ആ റെഡിറ്റിൽ പോയിട്ട് അതിരടി സിനിമ നല്ലതാണെന്നൊന്ന് പറഞ്ഞു നോക്ക്. അപ്പം അറിയ വിവരം ഫുള്ള് തെരുവിലായിരിക്കും. എന്താണെന്നറിയില്ല, റെഡിറ്റിലെ ഒരാൾക്കും സിനിമ ഇഷ്ടമായിട്ടില്ല. ബോയ്സിൽ ഇനി ഒരു എപ്പിസോഡും കൂടി ബാക്കിയുണ്ട്. ഇനി അതും കൂടി ഒന്ന് കണ്ടിട്ട് വേണം ഗെയിം ഓഫ് ത്രോൺസ് ആയിരിക്കും ഒരു കൂട്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ നാട്ടിൽ മൾട്ടിപ്ലക്സുകൾ മാത്രം ആയാലും ഉള്ള അവസ്ഥ ഉണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയാണ്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കറുപ്പസ്വാമി വേണ്ടി വന്നു. ദൃശ്യം 3ൻ്റെ ട്രെയിലറും ടീസറും എന്ത് കണ്ടിട്ടും ഒന്നും അങ്ങോട്ട് ഒരു മെനയാവാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ആഴ്ച ഒരു കിടിലൻ ആഴ്ചയായിരുന്നു. ഇഷ്ടംപോലെ സിനിമ തിയേറ്ററിൽ, ഇഷ്ടംപോലെ സീരീസ് OTTയിൽ, ഇഷ്ടംപോലെ സിനിമയുണ്ട് OTT ഡിജിറ്റൽ എല്ലാവരും ആയിട്ട്. എന്ത് കാണണമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അത്രയും കോണ്ടന്റ് വന്ന ഒരാഴ്ചയായിരുന്നു. നൈസ് ഒരാഴ്ച. ഞാൻ 2 സിനിമ കണ്ടു തിയേറ്ററിൽ. ബാക്കി കുറേ സിനിമ OTTയിലും കണ്ടു. അതിരടിയും കറുപ്പുമായിരുന്നു തിയേറ്ററിൽ പോയി കണ്ടത്. OTTയിലും ഇഷ്ടം പോലെ നമ്മുടെ യൂഫോറിയ ഉണ്ട്, അപ്പുറത്ത് ബോയ്സ് ഉണ്ട്, ഫ്രം ഉണ്ട്. സീരീസിൻ്റെ കാര്യം പറയാൻ ഭയങ്കര കഷ്ടമാണ്. എല്ലാം നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം നമുക്ക് റിവ്യൂസിലേക്ക് പോവാം. ലെറ്റ്സ് ചെക്ക് ദ റിവ്യൂസ് ഔട്ട്. അപ്പോൾ ഞാൻ ആദ്യം കണ്ട സിനിമ വ്യാഴാഴ്ച ഫസ്റ്റ് ഷോ 11 മണി ഷോയ്ക്ക് ഞാൻ പോയി കണ്ടു. ഭാഗ്യം കൊണ്ട് കുറേ പിള്ളേരുണ്ടായിരുന്നു സിനിമ തിയേറ്ററിൽ. അതുകൊണ്ട് വളരെ നൈസ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, അത് ഇല്ലാതൊന്നും പറയണ്ട. ഈ പിള്ളേരുടെ കൂടെ പോയിരുന്ന് വാഴ 2 കാണുന്നതും, വാഴ 2 പിന്നെ ലാസ്റ്റ് കുറച്ച് ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ആദ്യം പറയുന്ന ഓരോ റെഫറൻസുകളും ആദ്യം ഇവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു വൈബിൽ എൻജോയ് ചെയ്യണമെങ്കിൽ കുറേ പിള്ളേരുടെ കൂടെ പോയിട്ട് തന്നെ തിയേറ്ററിൽ ഇതൊക്കെ കാണണം. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ആക്ച്വലി. അതിരടി അങ്ങനത്തെ തിയേറ്ററിൽ ഈ റെഡിറ്റുകാരൊക്കെ ഈ കിളവന്മാരുടെ കൂടെയാണ് പോയി ഇത് കണ്ടതാന്ന് തോന്നുന്നത്. റെഡിറ്റ് എടുത്ത് നോക്കണം, ഫുള്ള് തെറി. ആരടാ ഈ സിനിമ നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ കൊക്ക് പൈസ മേടിച്ചു, ഈ റിവ്യൂക്കാരൊക്കെ പൈസ മേടിച്ചിട്ടാണ് അത് പറയും ഇത് പറയും എന്നൊക്കെയാണ്. റെഡിറ്റിൽ മാത്രം ഫുള്ള് നെഗറ്റീവ്. ഇവർ പ്രൊമോഷൻ ചെയ്തപ്പോൾ റെഡിറ്റിൽ ആൾക്കാരുടെ കയറ്റിവിടാൻ മറന്നു എന്നാണ് തോന്നുന്നു. നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. കാരണം അറിയാമല്ല, ഈ ബേസിലെ കൊണ്ട് ഈ എല്ലാ ഇൻ്റർവ്യൂവിലും പോയിട്ട് കെ അതുകൊണ്ട് ചിരിപ്പിച്ച് അതന്നെ ഒരു ട്രോളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും അതിനെയാണ് കളിയാക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്താ പറഞ്ഞാൽ നല്ലോണം പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈലത്തിൻ്റെ അറിയാമല്ലോ ആ ടീംസിനെ, അവർ നല്ല പ്രൊമോഷൻ എന്താ പറയുക, പണ്ട് തൊട്ടേ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാർ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ പറയണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇഷ്ടംപോലെ ഈ താങ്ക്സ് കാർഡൊക്കെ ഈ എക്സിലെ കുറേ ഇൻസൈഡർ ആൾക്കാരിൻ്റെയൊക്കെ പേരൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ട എക്സിലുള്ളവന്മാരൊക്കെ പൈസ മേടിച്ചിട്ടാണ് ഈ സിനിമയെക്കുറിച്ച് പോസിറ്റീവ് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനത്തെ കുറേ ബഹളങ്ങൾ ഉണ്ടായിരുന്നു സിനിമയുടെ ഫസ്റ്റ് ഇറങ്ങിയ ഒരു 2-3 ദിവസം. ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്താ പറയുക, ഒരു വൺ സിനിമ അല്ല, ബട്ട് ഇറ്റ്സ് ഗുഡ്. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം എനിക്ക് തോന്നിയത്, ആദ്യം തന്നെ പ്രശ്നം പറയാം, നല്ലതല്ല എല്ലാവരും ആദ്യം പറയാം. നമുക്ക് ആദ്യം പ്രശ്നത്തിൽ നിന്ന് തുടങ്ങാം. ഇറ്റ്സ് ട്രൈങ് ടു മച്ച്. അതായത് ഒന്നുമില്ല, ഈഗോ ക്ലാഷ്, രണ്ടുപേര് തമ്മിലുള്ള ഈഗോ ക്ലാഷ്. നമ്മളിത് ഇഷ്ടംപോലെ സിനിമയിൽ നമ്മൾ ഇഷ്ടംപോലെ തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുടങ്ങിക്കിടക്കുന്ന ഉത്സവമായി, അത് ആ സിനിമയിൽ തന്നെ ഒരു സെൽഫ് ട്രോൾ പോലെ പറയുന്നുണ്ട്. മുടങ്ങിക്കിടക്കുന്ന ഫെസ്റ്റ് നടത്താൻ വരുന്ന പുറമേ നിന്ന് വരുന്ന ഒരാൾ, അയാൾക്കൊരു ബാക്ക് സ്റ്റോറി, അത് 6-ാം തമ്പുരാൻ്റെ സംഭവം എടുത്തു. പിന്നെ ഈ അയ്യപ്പന് കോശിയൊക്കെ പോലത്തെ ഒരു ഈഗോ ക്ലാഷ് അതിൻ്റെ ഇടയിൽ, അതിൽ കുറച്ച് വെറൈറ്റിയൊക്കെ കൊണ്ടുവരാൻ നോക്കി. പിന്നെ കുറേ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള വിനീതും ഷാൻ റഹ്മാനൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ചെറിയൊരു പരിപാടി. ആക്ച്വലി ഇത് എന്താ പറയുക, ഒരു ഈഗോ ക്ലാഷ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ഫെസ്റ്റ് നടത്തുന്ന ഒരു മെയിൻ ആളുണ്ടാവുമല്ലോ, സെക്രട്ടറി, ചെയർമാൻ എന്തോ പറയുമല്ലോ ആളിനെ, കോർഡിനേറ്റർ എന്നല്ല പറയാം, എന്തോ ആ ഒരു മെയിൻ ആളില്ല. ഒരു കോളേജ് ഫെസ്റ്റ് നടത്തുമ്പോൾ എപ്പോഴും മെയിൻ ആളുണ്ടാവും. ഇയാളും തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് വേണ്ടേ? ഇപ്പോൾ ഒരു എന്താ പറയുക, ഇയാൾ ബേസിലിപ്പോൾ ടോവിനോൻ്റെ
ഭാര്യനെ അറിയാണ്ട് എന്തെങ്കിലും പോയിട്ട് ഇടിച്ച് വീഴ്ത്തേ വീഴും നെറ്റ് പൊട്ടേ അപ്പോൾ ഇവനാണിത് വീഴ്ത്തിയത്, ഇവനാരാണ്, ഇതിൻ്റെ ഫെസ്റ്റിൻ്റെ കോർഡിനേറ്ററാണ് ഇവൻ, മെയിൻ ആളാണ്, അങ്ങനെ ഈ ഫെസ്റ്റിനെ തകർക്കാം. അല്ല, അങ്ങനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിലല്ലേ ഒരു ക്ലാഷ് ഉള്ളൂ. അതാണ് ആ ഒരു ഇതിൻ്റെ ഒരു, ഞാൻ പറയില്ല, ട്രൈങ് ടു മച്ച് എന്തൊക്കെയോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് ഈഗോ ക്ലാഷ് അല്ലേ ഇത് പരിപാടി. അപ്പോൾ ഈഗോ ക്ലാഷ് ഒന്ന് മര്യാദയ്ക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്ട് ഞാനിങ്ങനെ ഇവർ ഒരു എല്ലാവരും സിനിമ ഓൾറെഡി ഈ സമയമാകുമ്പോൾ ഈ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു സ്ഥലത്ത് വെച്ചിട്ടൊരു ക്ലാഷ് ഉണ്ട് ഈ കോളേജ് ഫെസ്റ്റ് നടത്തുന്ന ആൾക്കാരും അമ്പല കമ്മിറ്റീൻ്റെ ആൾക്കാരും. അപ്പം അതൊരു ഒരു നാച്ചുറൽ സംഭവം. അല്ലാണ്ട് ഇതിലൊരാൾ ഇവരിനെ എന്തെങ്കിലും ചെയ്തു അപ്പോൾ അത് കാരണം ഇവർക്ക് ഒരു വൈരാഗ്യം വന്നു, അങ്ങനെ ഒരു സംഭവം ഇല്ല. ലൈക്ക് എന്തിനാ ഇവരിതൊക്കെ ചെയ്യണത്, അങ്ങനെ ഒരു സംഭവം. ആ ഒരു റീസണിങ് ഉണ്ടല്ലോ, അതങ്ങോട്ട് വലിയൊരു എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് ആകെ ആക്ച്വലി അതിലൊരു മേജർ ഒരു ഇതൊക്കെ ഇവർ എന്തിനാണ് ചെയ്യണതെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും. ഇത്രയ്ക്കൊക്കെ ചെയ്യാനുണ്ടോ, ഇത്രയ്ക്കൊക്കെ വൈരാഗ്യം ഉണ്ടോ ഇവർ തമ്മിൽ, വൈ ദേ ആർ ഫൈറ്റിംഗ് ദിസ് മച്ച്. അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു തോന്നൽ വരാൻ കാരണം ആ ഈഗോ ക്ലാഷ് മര്യാദയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എന്തെങ്കിലും സ്ട്രോങ് റീസൺ ഉണ്ട്. ബേസിൽ ടോവിനോൻ്റെ ഡയറക്റ്റ് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുത്തുക, അല്ലെങ്കിൽ വീണ്ടും പോലീസ് എന്നൊക്കെ വിട്ട് ഈ ഗുണ്ടായിസത്തിനൊക്കെ വിട്ട് വന്നിരിക്കണം. അപ്പോൾ വീണ്ടും ഇങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് ഒരു ടോവിനോനൊരു അറ്റാക്കോ അല്ലെങ്കിൽ ടോവിനോനൊരു അറിയാണ്ട് അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ അറിയാണ്ട് ഭാര്യനെ എന്തെങ്കിലും ഇടിച്ച് വീഴ്ത്തിയിടുക, അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ഒരു ഇവരെ കാണിച്ചു കൊടുക്കാമെന്നോട്ട് വരുന്നു. ഇത് ചുമ്മാ ഫെസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞിട്ട് അതങ്ങടെ ഒരു അത് മാത്രം ഒരു ഇതായിട്ട്. പിന്നെ ഈ റിയ ഷിബു ഒക്കെ വെറും ഇതിലൊന്നുമില്ല, വെറുതെ ഒരാൾ അത്രേ ഉള്ളൂ. ഇവർ തമ്മിലുള്ളൊരു കോമ്പിനേഷനും കുറച്ചൊക്കെ രസമുള്ളൂ, വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഒന്നും തോന്നുന്നില്ല, അത്രേ ഉള്ളൂ. ഈ ബേസിലിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല വെറുപ്പിക്കലാണ്. സെക്കൻഡ് ഹാഫിൽ പിന്നെ ഫുൾ അടിയുടിയും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. ടോവിനോ സൂപ്പറായിട്ടുണ്ട്. ടോവിനോൻ്റെ ആ ഒരു സ്ലാങ്ങും ആ ഒരു മൊത്തത്തിൽ ഏതോ റോളിന് വേണ്ടി എന്തോ മെലിഞ്ഞിരിക്കാൻ തോന്നുന്നു. നല്ല ശരിയായൊരു അങ്ങനത്തെ ഒരാൾ, ശരിയായൊരു പാട്ട് ഗ്യാങ്സ്റ്റർ, റിട്ടയർഡ് ഗ്യാങ്സ്റ്റർ പാട്ടുകാരൻ, ആ ഒരു റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ടോവിനോ. ബേസിൽ എന്തോ ഒരു പോരാ, മറ്റേ കോളേജ് കുമാരൻ സ്റ്റൈലിൽ മുള്ളറ്റൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കോളേജിൽ പഠിക്കുന്ന പോലെ തന്നെയൊക്കെ ഉണ്ട്, അതൊന്നും വലിയ വിഷയമില്ല. എന്തൊക്കെയോ ഒരു കുറവ്. എല്ലാ കഥയിനും ആറാം തമ്പുരാൻ മറ്റേത് മറിച്ചത് എല്ലാ കഥയിനും എടുത്തിട്ട് അവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഒരു സിനിമ ആക്കിക്കാം. മിന്നൻ മുരളീൻ്റെ റൈറ്ററാണിത്, ചെറിയ ഒരാളൊന്നുമല്ല, അപ്പോൾ പണി അറിയാണ്ടൊന്നുമല്ല. ഇത് വെറുതെ ഒരു ഫണ്ണ്. ആക്ച്വലി ഇല്ലേ ഈ സിനിമയില്ലേ ഫെസ്റ്റിവൽ സമയത്തില്ലേ അത് ഇവർ ഇതിൻ്റെ റിലീസ് എന്താ ഈ അവസാനം ഈ വെക്കേഷൻ്റെ അവസാനം കൊണ്ടിട്ടതെന്ന് എനിക്കറിയില്ല. ഈ ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ, വാഴ ടു വിഷുവിനാണോ വന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അല്ല, അങ്ങനത്തെ ഫെസ്റ്റിവൽ സംഭവമില്ലേ, അപ്പം ഇറക്കാൻ പറ്റിയ സിനിമ. അപ്പം ഇറക്കിയിട്ടുണ്ടല്ലോ പൊള്ളിക്കും. കാരണം എന്താണ്, അങ്ങനൊരു വൈബിലിരുന്ന് കാണേണ്ടത്, ഒന്നും ആലോചിക്കണ്ട. ലൈക്ക് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പിള്ളേർ കോളേജ് ഫെസ്റ്റ്, ഇപ്പോൾ കുറച്ച് പ്രേമം കാണിക്കും, വലിയ ഗുണമില്ല, എന്നാലും രണ്ടുപേര് തമ്മിൽ അടി, അതിൽ ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും അങ്ങനെ ഒരു ഫെസ്റ്റിവൽ സിനിമ. ഇതങ്ങനെ മറ്റേ ഇങ്ങനെ മോശം, അത് മോശം, ഇത് മോശം അങ്ങനെ പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ ആ ഒരു മെയിൻ സംഭവമില്ലേ, ഈഗോ ക്ലാഷ് ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്ത പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ലാസ്റ്റ് ടോവിനോൻ്റെ ഒരു ചേഞ്ച് ഓഫ് ഹാർട്ട് ഉണ്ട്, അത് ആക്ച്വലി ഇറ്റ്സ് വെരി നൈസ്. വലിയൊരു എന്താ പറയുക, മോശം പറയാനില്ല, അത് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ക്യാരക്ടർ ആർക്ക് കറക്റ്റായിട്ട് ടോവിനോയ്ക്കുണ്ട്. ബേസിൽ ആ ക്യാരക്ടർ ആർക്കും ഇല്ല, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ അതീതി ഓടി നടക്കുന്ന ചെക്കൻ. ടോവിനോൻ്റെ ക്യാരക്ടറിന് അതാണ് കറക്റ്റ് ഒരു ക്യാരക്ടർ ആർക്കൊക്കെ കൊടുത്ത്
റിഡംഷൻ ആർക്ക് അങ്ങനെയൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ബേസിൽ ഇങ്ങനെ വെറുതെ ഒരു പയ്യൻ, അതാണ് സംഭവം. സോ അതാണ് എനിക്ക് അതിരടി കണ്ടപ്പോൾ തോന്നിയത്. ലൈക്ക് നിങ്ങൾ ടോട്ടലി ഡിപ്പെൻസ് അപ്പോൺ വിച്ച് ഓഡിയൻസ് യു ആർ വിത്ത്, അത്രേ ഉള്ളൂ. നിങ്ങൾ കുറേ വയസ്സന്മാരുടെ കൂടെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് ഈ സിനിമ തന്നത് ഇവരൊക്കെ എന്ന് പറയും. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്. ക്യാമിയോ ഇപ്പോൾ എല്ലാവരും ബെന്നിച്ചന അങ്ങനെ എന്തോ ഒരു ക്യാമിയോ, നൈസായിരുന്നു ക്യാമിയോ. ഞാൻ ഫസ്റ്റ് ഷോ, അപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു. ലൈക്ക് പിള്ളേരൊക്കെ ഫുള്ള് ഓ നൈസായിരുന്നു അത്. പിന്നെ ഇപ്പം എന്തായാലും പിന്നെ ഇതൊക്കെ തന്നെ, അതിൽ ഒന്നും പറയാനൊന്നുമില്ല. എല്ലാം ഇത് കഥയൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. കോളേജ് ഫെസ്റ്റ് ഉത്സവത്തിൻ്റെ പകരം അമ്പലത്തിൻ്റെ ഉത്സവം നടത്താൻ വരുന്ന ജഗന്നാഥൻ്റെ പകരം ഇവിടെ അത് അവർക്ക് തന്നെ തോന്നി, അതിൽ ആ ഡയലോഗ് ആഡ് ചെയ്തല്ലോ, വലിയ കാര്യം. അപ്പം എല്ലാം അറിയാം. ശരി, ഓക്കെ, ഹിറ്റാവും തോന്നുന്നു. കാരണം ഓൾറെഡി എന്താ പറയുക, നല്ലോണം ടിക്കറ്റൊക്കെ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഒക്കെ നല്ല ബുക്ക് മൈ ഷോയിൽ നല്ല ബുക്കിംഗ് ഉണ്ട്. സോ ഇറ്റ്സ് എ ഷോർട്ട് ഹിറ്റ്. ഓക്കെ, കുറച്ചുകൂടി ഹിറ്റ് ആവുമായിരുന്നു ഫെസ്റ്റിവൽ സമയത്ത് ഇറക്കി. പിന്നെ ഇപ്പം അതിൻ്റെ പോസിറ്റീവ് എന്താ പറയുക, അങ്ങനെ പോസിറ്റീവ് പറയാനൊന്നുമില്ല. നമുക്കിതൊക്കെ അറിയാം, ഇങ്ങനെ സംഭവിക്കും, ലാസ്റ്റ് ഇങ്ങനെ ആവും, ലാസ്റ്റ് എല്ലാം പോസിറ്റീവ് ആവും എന്നൊക്കെ അറിയാം. പക്ഷേ ആ ഒരു ടോവിനോൻ്റെ ഒരു സാധനമൊക്കെ ഇടയിൽ കൂടെ കൊണ്ടുവന്ന് ഒരു ക്ലൈമാക്സ്, വീണ്ടും ഒരു ക്ലൈമാക്സ്, അങ്ങനെയൊക്കെ ഒരു സംഭവമായിരുന്നു. പിന്നെ ഒരു തോന്നിവാസ തിയേറ്ററുകാർ കാണിച്ചത് എന്തോ ഒരു ആഫ്റ്റർ ക്രെഡിറ്റ് അല്ല, ഈ ലാസ്റ്റ് ഈ ഇത് സ്ക്രോൾ ചെയ്യില്ലേ, മറ്റേ ടൈറ്റിൽ കാർഡല്ലേ, എന്താ പറയുക, എൻക്രെഡിറ്റ്സ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സൈഡിൽ എന്തൊക്കെയോ ഇങ്ങനെ ഒരു സീന് പോലെ അങ്ങനെ കണ്ടു. അത് അവന്മാർ അപ്പോഴേക്കും അത് കട്ട് ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്തു തിയേറ്റർ. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പാർട്ട് 2ക്ക് അതിരടി 2ൻ്റെ വല്ലതും ആണോ? അതൊന്ന് കമൻറ്റ് ചെയ്ത്. ഞാൻ കണ്ടില്ല അത്, ഞാനത് ശ്രദ്ധിച്ചു, അപ്പോഴേക്കും അവന്മാർ കട്ട് ചെയ്തു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി അത് ചോദിക്കാനൊന്നും നിന്നില്ല. ഇനിയിപ്പോൾ അവിടെ ഇട്ടോന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. സോ ഇട്ടില്ല, എല്ലാവരും പോയി, അവരടച്ചു. അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇട്ടിട്ടില്ല അവിടെ. ഫസ്റ്റ് ഷോയ്ക്ക് ഇട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർക്ക് അറിയാണ്ടായിരിക്കും എന്തോ, അപ്പോൾ ഇട്ടില്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ആ സീന്, എക്സ്പ്ലെയിൻ പ്ലീസ്. ഓക്കെ, സോ അതിരടി ഈസ് ലൈക്ക് എബോ ആവറേജ്. പക്ഷെ ഗുഡ് വാച്ചാണ്, 1 ടൈം വാച്ച് ഉണ്ട്. എബോ ആവറേജ് തന്നെ, എബോ ആവറേജ് അല്ല, എബോ ആവറേജ്. യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ഇറ്റ് വോണ്ട് ബി ലൈക്ക് ഫൺ വാച്ചാണ്. ലൈക്ക് ഒരുപാട് ആലോചിക്കും പിടിക്കൊന്നും വേണ്ട, ഇറ്റ്സ് എ ഫൺ വാച്ച്, ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് കണ്ടതാണ് കറുപ്പ്. ആകെ ഇമോഷണൽ. RJ ബാലാജിൻ്റെയൊക്കെ മറ്റേ വീഡിയോ തലേ ദിവസം കണ്ടിട്ട് ആകെ കരച്ചിലൊക്കെ വന്നു. ഇയാൾ IPL ഇരുന്ന് കമൻറ്ററി പറയുന്ന ആൾ, തമാശ പറയുന്ന ആൾ, കോമഡി പറയുന്ന ആൾ, ഇങ്ങനെ ഒരു കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വീഡിയോ, സിനിമ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കരയണ സീനൊക്കെ കണ്ടപ്പോൾ ആകെ എന്ത് ചങ്ങായി, എന്തത് പറ്റിയത്, സൂര്യ എണ്ണ പണം കൊടുത്ത് സിനിമ ഇറക്കുക, അങ്ങനെ ഒരു തോന്നലായിരുന്നു അത് കണ്ടപ്പോൾ. പിന്നെ അടുത്ത ദിവസം രാവിലെ എണീച്ച് കാണുന്നതേ ഇയാൾ മറ്റേ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ജയിച്ചിട്ട മാര ആ സീനായിരുന്നു. അപ്പം ഒരാളൊരു ഒരാളുടെ സന്തോഷം കാണുമ്പോൾ തലേ ദിവസം കരഞ്ഞ് അടുത്ത ദിവസം അയാളുടെ സന്തോഷം കാണുമ്പോൾ അത് ഒരു സന്തോഷം. അപ്പം അങ്ങനെ ഒരു സന്തോഷം കണ്ടിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. മാറ്റിനെ ഞാൻ കണ്ടത്. എനിക്ക് ഇതിൽ ഒരുപാട് ഇതിൻ്റെ കഥയും ഇതൊന്നും നെഗറ്റീവും പോസിറ്റീവും ഒന്നും പറയാനില്ല. എനിക്ക് ഒറ്റ കാര്യം ഇത് കണ്ടപ്പോൾ തോന്നിയുള്ളൂ, നമ്മുടെ നാട്ടിൽ ഈ സിംഗിൾ സ്ക്രീന് സിനിമാ തിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇത് അടച്ചു പൂട്ടിയിട്ട് മൾട്ടിപ്ലക്സ് മാത്രമാണെങ്കിൽ ദർ വിൽ ബി സർട്ടൻ ജോണർ ഓഫ് മൂവീസ് ദാറ്റ് വോണ്ട് ഈവൻ എന്താ പറയുക, ആൾക്കാർ എടുക്കുക കൂടിയില്ല. അങ്ങനത്തെ കുറേ ജോണറ നിന്ന് പോവും. ഇറ്റ് വിൽ ബി എക്സ്റ്റിങ്ക്റ്റ്. അതിൽ പെട്ടൊരു ജോണറിലുള്ള ഒരു സിനിമയാണിത്. കാരണം നിങ്ങൾ നോക്കിക്കോ, പല ആൾക്കാർ പല അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരില്ലേ, അവർ മൾട്ടിപ്ലക്സിലാണ് പോയിരിക്കുന്നത് തോന്നുന്നു. ഓക്കെ, മൾട്ടിപ്ലക്സിൽ പോയിട്ട് ഈ സിനിമ ഉണ്ടാണല്ലോ,
ലൈക്ക് നമുക്കൊന്നും എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത്, തത്തത് ദൈവമോ എന്തത്, വാട്ട് ഈസ് ഹാപ്പനിങ്, കാന്താരക്കാണോ ഞാൻ വന്നത്, അത് ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നും. ഈ വേറെ ഉള്ള തിയേറ്ററില്ലേ, ലോക്കൽ തിയേറ്റേഴ്സ്, ഈ സിംഗിൾ സ്ക്രീൻ തിയേറ്ററില്ലേ, മറ്റേ ആൾക്കാർ നിലവിളിക്കും കൂവും മറ്റേ ഡാൻസൊക്കെ കളിക്കുന്ന തിയേറ്ററിൽ, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്, ഞാൻ എൻ്റെ അടുത്തുള്ള തിയേറ്ററിലാണ് പോയത്. ഇറ്റ് വാസ് ലൈക്ക് ക്രേസി എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൻ്റെ അവിടെ ഒരു സാധനമുണ്ട് മോനെ, കറുപ്പ് സാമി, ഏത് സീനറിയോ, ആൾക്കാർക്ക് മറ്റേ നിലവിളിക്കുക, അതിലൊരു നിലവിളി, ഇവരും നിലവിളി. നമുക്ക് ഒരു എലിവേഷൻ കിട്ടുമ്പോൾ എങ്ങനെയാണ് സ്ക്രീനിൽ ഇങ്ങനെ ഊതുകൊണ്ട് ആ ഒരു സാധനം വരുമ്പോൾ ഇവിടെ നിന്ന് ഓഡിയൻസും നിലവിളി. അപ്പോൾ ആകെ നമുക്കൊക്കെ ഒരു ഗൂസ് ബംസ് വരുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ആ ക്ലൈമാക്സിലൊരു സംഭവമുണ്ട്. പിന്നെ ഈ സിനിമ ഫസ്റ്റ് ഹാഫ് വരെ അടിപൊളി, സെക്കൻഡ് ഹാഫിൽ എന്താണ് ഇത്, എന്തോ പറ്റിയിട്ടുണ്ട്. അതായത് കഥ ഒരു ഇടയ്ക്ക് വെച്ച് മാറ്റി, അല്ലെങ്കിൽ എന്തോ എൻഡിങ് ഉണ്ട്, ഫസ്റ്റും ഉണ്ട്, ഇടയിൽ എന്ത് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇടയിൽ എന്തൊക്കെയോ വേറെ കുറച്ച് കേസൊക്കെ എടുത്തിട്ട്, ഇന്ദ്രൻസിൻ്റെ പോർഷൻ അടിപൊളി, നമ്മുടെ മലയാളികൾ അഭിനയിച്ചവരെല്ലാവരും പൊളി. അത് എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട് ഇൻ്റർനെറ്റിലൊക്കെ, മറ്റേ ബോളിവുഡുകാരൊക്കെ ഇത് കണ്ടിട്ട് ഇന്ദ്രൻസ് ലെജൻഡറി ആക്ടർ എന്നൊക്കെയാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ഇവർക്കൊക്കെ നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടനെ അറിയോ, കൊള്ളാമല്ലോ പരിപാടി എന്നൊക്കെയാണ് നമുക്കത് കാണുമ്പോൾ തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഇന്ദ്രൻസിൻ്റെ സ്റ്റോറി, മകളുടെ ഒരു സ്റ്റോറി, നായകൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതൊക്കെ നൈസ്. ഇൻട്രോ ഒക്കെ അടിപൊളി. കാരണം ഈ വെറുതെ ആദ്യം തന്നെ നായകൻ വന്നിട്ട് വെറുതെ വേസ്റ്റ് നായകൻ്റെ പിന്നാലെ കിടക്കുക, അത് കിടക്കുക, ഇത് കിടക്കുക, അതൊന്നുമില്ല. ഇത് കറക്റ്റ് സമയത്ത് നായകൻ വരുന്നു. പിന്നെ വലിയൊരു നായകനായിട്ടൊരു ഇത് ആക്ച്വലി ഇതിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ലൈക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഹീസ് എ ഗോഡ്, ദൈവമാണിത്. ഓക്കെ, ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമ്മളിത് ശ്രദ്ധിക്കണമായിരുന്നു. ഞാനും വിചാരിച്ചു വക്കീലാണെന്ന് പറയുന്നു, വക്കീലിട്ട് വേഷം ഇട്ടിട്ട് ട്രെയിലറിൽ കണ്ടു. പിന്നെ ഈ അരിവാളും പിടിച്ച് ഡാൻസ് കളിക്കും, ഒരു ബന്ധമില്ലല്ലോ. ഇനിയിപ്പോൾ ഇയാൾ മറ്റേ നാട്ടിൽ ഉത്സവത്തിന് പോയിട്ട് അവിടെ വെച്ചിട്ട് അങ്ങനെ വല്ലതായിരിക്കുമോ, അങ്ങനെ ആവും സാധ്യത. ഇനിയിപ്പോൾ കാന്താര പോലെ ഈ ദൈവത്തിൻ്റെ അവതാരമായിരിക്കുമോ? കാരണം ഈ RJ ബാലാജിൻ്റെ മൂക്കുത്തി അമ്മൻ സിനിമ, അത് നിങ്ങൾ കണ്ടിട്ടിലേക്ക് ഒന്ന് കണ്ടു നോക്കുക, നൈസാണ്. അതായത് ഏത്തിയിസ്റ്റല്ലേ അതിൽ RJ ബാലാജി ഏത്തിയിസ്റ്റ് അല്ല, ഇങ്ങനെ ഈ അന്ധവിശ്വാസമൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരാളാണ് അയാൾ. ഈ മൂക്കുത്തി അമ്മൻ്റെ ഒരു സംഭവമൊക്കെ ചെയ്തിട്ട് ഒരു അമ്പലത്തിൻ്റെ ഒരു സെറ്റപ്പോ, അതിൻ്റെ കഥ അത് തന്നെയല്ലേ? അത് ഞാൻ പീക്കുകയാണോ? അല്ല, ഇതന്നെ ഒരു അമ്പലം ഇവരെന്തോ അമ്പലം ഉണ്ടാക്കുകയല്ല, അമ്പലത്തിനെ റെനോവേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ ഒരു സംഭവമൊക്കെ ആക്കി ഫേമസ് ആക്കാൻ നോക്കി. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അങ്ങനെ കുറേ വർത്താനവും ഈ ദൈവമായിട്ടാണ് നയൻതാര അതിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പം തന്നെ ഞാനിങ്ങനെ വിചാരിച്ചു ഇയാൾ അരിവാളൊക്കെ എടുത്തിട്ട് മറ്റേ ആ സീനായിരിക്കുമോ അതോ ഇനിയിപ്പോൾ കാന്താര പോലെ ആയിരിക്കുമോ എന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി ഇങ്ങനെ ദൈവമായിരിക്കില്ല. ഞാൻ എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ആ പോഡ്കാസ്റ്റിൽ പറയാമെന്ന് വിചാരിച്ചതാണ്, കാന്താര പോലെ ആയിരിക്കുമോ എന്ന്. അവസാനം അതുപോലെ തന്നെയായി. സോ ഈ ദൈവം വിട്ടോ ഈ കളി RJ ബാലാജിക്കില്ല. ഫസ്റ്റ് സിനിമയിലും അത് തന്നെയായിരുന്നു. പുള്ളിയുടെ സെക്കൻഡ് സിനിമ തന്നെയല്ലേ ഇത്, ഇടയിലുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. പുള്ളി കുറേ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. ഡയറക്റ്റ് ചെയ്ത സിനിമ സെക്കൻഡ് ഇതാണെന്നാണ് എൻ്റെ ഒരു അറിവ്, അറിയില്ല. അപ്പോൾ ദൈവം വിട്ടൊരു കളിയില്ല. പിന്നെ ഇതിൽ ഏറ്റവും അടിപൊളി ഈ സിനിമൻ്റെ ഏറ്റവും ടോപ്പ് സാധനം സായ് ഭയങ്കറാണ്. ഈ തമിഴ്നാട്ടിലെ വലിയൊരു ചർച്ച തന്നെ ഉണ്ട്, ഈ അനിരുദ്ധ് വേഴ്സസ് സായ് ഭയങ്കർ എന്ന് പറഞ്ഞിട്ട്. വന്നടിയാണ് ട്രോളും. ആ ഊറും ബ്ലഡ് വന്നതിനെ ഇനി ഇന്നതാ കളിയാക്കാതില്ല. ലൈക്ക് ഊറും ബ്ലഡിൻ്റെ ആ വെർഷൻ ഈ വെർഷൻ, ഊറും ബ്ലഡിന് ഓസ്കാർ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ അങ്ങനത്തെ ട്രോളുകളും മീമുകളും ആയിരുന്നു ഈ തമിഴ്നാട്ടിൽ. കുറച്ച് കാലം ഫുൾ അതായിരുന്നു. അപ്പോൾ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെക്കൻ്റെ അറിയാലോ ലെവല്.
ഏത് പാട്ട് സിംഗിള് യൂട്യൂബിൽ ഇറങ്ങിയാലും അത് ഹിറ്റാണ്. പവിഴമല്ലി ഇപ്പോൾ ഹിറ്റായി, ഇപ്പോഴും ഹിറ്റാണ്. അപ്പോൾ അത്രയായി, ഒരു ഒന്നൊന്നര മാസമായില്ലേ പാട്ട് ഇറങ്ങിയിട്ട്, ഇപ്പോഴും ഹിറ്റാണ്. റീൽസൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിനിമ ഉണ്ടല്ലോ വേറെ തന്നെ ലെവലാണെന്ന് നമുക്ക് തോന്നാൻ കാരണം മ്യൂസിക്കാണ്. ഇതിപ്പോൾ വേറെ ആരുടെയെങ്കിലും കൊണ്ട് മ്യൂസിക്കിൻ്റെ വെറുതെ മറ്റേ ഡപ്പാങ്കൊത്ത് ഇട്ടിട്ട് അതിനങ്ങോട്ട് ഒരു ബ്ലാൻഡാക്കി കളയും. ഇതൊരു ആക്ച്വലി ഒരു സാധനം, ഒരു മരുന്നുണ്ട്, ഒരു സോളുണ്ട്. ഇത് എന്ത് ചെയ്താലും ആ ദൈവത്തിൻ്റെ സീനിലാണെങ്കിലും സാധാ സീനിലാണെങ്കിലും എന്ത് സീനിലാണെങ്കിലും അതിലൊരു ഒന്നുമില്ല, ഒരു വേസ്റ്റ്. വിജയണ്ണൻ നമ്മുടെ ഈ തൃശ്ശൂരൊക്കെ അധികം പറഞ്ഞ സീനാവും, അറിയാല്ല, ചീഫ് മിനിസ്റ്ററിൻ്റെ. അപ്പോൾ തൃശ്ശൂർ ആക്ച്വലി ഒരു ഡയലോഗൊക്കെ എന്തൊക്കെയോ ഡബിങ്ങൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. തൃശ്ശൂരിൻ്റെ അടുത്ത് മറ്റേ തൃശ്ശൂരിൻ്റെ ഡയലോഗ് കൂടെ മാറ്റിയിട്ട് എന്നാണ് തോന്നുന്നത്. എന്തൊക്കെയോ പറയണു, സൗണ്ട് എന്തൊക്കെയോ വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കഥയൊന്നും ഞാൻ പറയുന്നില്ല, എന്ത് പറഞ്ഞാലും സ്പോയിലറാവും. അതന്നെ ഫസ്റ്റ് ഹാഫ് ഒരു പക്ക സാധനം, ഇടയ്ക്ക് വെച്ചിട്ട് ഇവർ എന്തൊക്കെയോ കാണിക്കും. പക്ഷെ എന്നാലും ഈ നമുക്ക് ലാഗില്ല കേട്ടോ. പട്ട എങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ശരിയായി മറ്റേ ഈ എന്താ പറയുക, അറ്റൻഷൻ സ്പാൻ ഇല്ലാത്തവർക്ക് പറ്റിയ സിനിമ. ലൈക്ക് നിർത്തലേ ഇല്ല, പോയിക്കൊണ്ടേ ഇരിക്കണം. ഒരു ഡയലോഗൊന്നും മുഴുവനും പറയാൻ കൂടെ നിർത്തില്ല. ഒന്ന് പറയുമ്പോഴേക്കും അടുത്തത് അങ്ങനെയാണ് പോകുന്നത്. എനിക്ക് ചില സമയത്തൊക്കെ അങ്ങനെ തോന്നി, നിർത്തി ഒന്ന് പറഞ്ഞിട്ട് പോടേ, 2.5 മണിക്കൂറേ ഉള്ളൂ, 3 മണിക്കൂർ കൂടി ഇല്ല. അതെന്തിനാ ഈ 2.5 മണിക്കൂർ ആക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്താണോ അറിയില്ല. ഒരു ഗ്യാപ്പില്ല, ശ്വാസം വിടാൻ സമയമില്ല. അങ്ങനത്തെ ഒരു പടപടപടപടേന്നുള്ളൊരു എഡിറ്റിങ്, ഒരു എന്താ പറയുക, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറേ പേർക്കെങ്കിലും ഇത് മറ്റേ ഈ ബോറൊന്നും ഇല്ലാത്ത, ഈ ലാഗൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ച് പേർക്ക് ഈ ആ ഒരു എഡിറ്റിംഗ് കാരണമാണ്. ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, എഡിറ്റിംഗ് കാരണമാണ് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു കൊള്ളാമെന്നൊക്കെ തോന്നുന്നത് കാരണം അതാണ്. ഫാൻസ് പടം, സൂര്യൻ്റെ അവസാനം ഫാൻസൊക്കെ ഇറങ്ങിയത് ഏതാണ് മറ്റേ സിംഗമാണ് അവസാനം ഇറങ്ങിയത്, ഇങ്ങനത്തെ ഒരു അടിപൊളി സിനിമ. പിന്നെ ഏതാണ്, പിന്നെ ഫുള്ള് പുള്ളി മറ്റേ ജയ് ഭീം, സുരാരെ പൊട്ടറൊക്കെ ഈ അവാർഡും അങ്ങനത്തെ ആക്ടിങ് ഓറിയൻറ്റഡ് ആയിട്ടാണല്ലോ ഇപ്പോൾ പോകുന്നത്. ഇതൊരു വേറെ തന്നെ ഒരു ഫാൻസിൻ്റെ ഒരു സാധനം, ശരിയായ ഫാൻസ് പടം. നിങ്ങളോടെ ഫാൻസുകാരുടെ കൂടെ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അത് നിങ്ങൾ മൾട്ടിപ്ലക്സിൽ ദയവ് ചെയ്ത് പോകരുത്. എനിക്ക് തോന്നുന്ന കാര്യം, ഈ നെഗറ്റീവ് പറയുന്നവന്മാരൊക്കെ ഈ മൾട്ടിപ്ലക്സിൽ പോയിട്ടാണ് കണ്ടിരിക്കുന്നത്. എൻ്റെ തിയേറ്ററിലൊക്കെ ഈ ഇൻട്രോനൊക്കെ ഒരേ പൊളിയായിരുന്നു, ആ ക്ലൈമാക്സിൻ്റെ ആ ഒരു സീനിലും പൊളിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഈ സൂര്യ വന്നതിലൊരു ഓറ പരിപാടിയാണ്, ദൈവമാണല്ലോ, അപ്പോൾ ഈ ആ ഒരു ഓറ പരിപാടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൂര്യ വന്നാൽ പിന്നെ മറ്റേ സീനാണ്. സോ എന്താ പറയുക, ഫാൻസ് സർവീസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റൊന്നുമല്ല. ഫാൻ സർവീസ് ഒരു എബോ ആവറേജ് ഫാൻ സർവീസ് മൂവി, അത്രേ ഉള്ളൂ. ഇതും എബോ ആവറേജ് തന്നെയാണ്. ഏതും അങ്ങനെ ഭയങ്കരം എന്ന് പറയാനൊന്നുമില്ല, ഒരു എബോ ആവറേജ് അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ OTT-യിലൊക്കെ വന്ന് കണ്ടാണ്ടല്ലോ, നിങ്ങൾ അതിനെ ഊക്കി വിടും, അത്രേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയില്ല. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും പറയുന്നു, അടുത്തുള്ള ലോക്കൽ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കുക. വേറെ എവിടെയും നിങ്ങൾ പോകേണ്ട, OTT ഒന്നും വേണ്ട, അതിനൊന്നും വെയിറ്റ് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾക്കിത് കാണണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ വെറുതെ തിയേറ്ററിൽ പോകുന്ന വേണ്ട, ഇത് കാണാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പോയി കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ വെറുതെ വേസ്റ്റ് ആവും, അത്രേ ഉള്ളൂ. സോ എബോ ആവറേജ്, ഐ വിൽ ഗീവ് എ തംസ് അപ്പ് ഫോർ ദിസ്. ഓക്കെ, ലൈക്ക് എന്തൊക്കെയോ ഞാൻ കണ്ട എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. എനിക്കൊരു അങ്ങനെ ഒരു വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ളത് പറയാൻ തോന്നുന്നില്ല, കാരണം ഐ എൻജോയ്ഡ് എ ലോട്ട്. അത്രയും ഇത് ഫാൻസുകാരുന്ന് എൻ്റെ നാട്ടിൽ ഈ സൂര്യ ഫാൻസിൻ്റെ ബോളും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഫാൻസൊന്നുമല്ല, വെറുതെ അടിച്ചു പൊളിക്കാൻ വന്നവന്മാർ. ഇത് ഫുള്ള് നിലവിളിക്കുക, നിലവിളിക്കുക, കമൻ്റടി അങ്ങനത്തെ അല്ല, ഒരു ആഘോഷം,
അങ്ങനത്തെ കുറേ ടീംസായിരുന്നു ഞാൻ അവരുടെ കൂടെയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ തന്നെ ഈ ചിലവർക്ക് ഇതെന്താ ദൈവം ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചിലവർക്ക് തോന്നും. പക്ഷെ ഇതിലൊരു സംഭവമൊക്കെ ഉണ്ട്. അതായത് ഈ ഓരോ കൊലദൈവം അങ്ങനെ എന്തൊക്കെ പറയില്ല. അതായത് ഒരു നാട്ടിൽ മാത്രം ആ ഒരു ദൈവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ദൈവത്തിന് ഒരു ബോർഡറൊക്കെ ഉണ്ട്. ആ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ ദൈവമില്ല. ആക്ച്വലി ഈ വിശ്വാസികളുടെ ഒരു ഊക്കുന്ന പോലത്തെ ഒരു സാധനമൊക്കെ ചെറുതായിട്ട് അത് അവർക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല. അത് സിനിമ കഴിഞ്ഞിട്ടൊന്ന് ആലോചിക്കുമ്പോൾ ഇതെന്താ ഊക്കിയത് പോലെ ഉണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ തോന്നും. പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗോസ്റ്റ് റൈഡർ ഉണ്ട്. നമ്മുടെ ഇയാളുണ്ടല്ലോ മറ്റേ ആൾ ഇങ്ങനെ ആൾ മറ്റേ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്. എല്ലാത്തുനിന്നും കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതാണ് കറുപ്പ് സ്വാമി എനിക്ക് കൊടുക്കുന്നത് തംസപ്പ് എബോ ആവറേജ്, അത്രേ ഉള്ളൂ. പിന്നെ ഈ ആഴ്ച എന്നെ ഞെട്ടിച്ചൊരു സംഭവം, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഇത്. ഞാൻ ഈ ഒരു 2-3 ആഴ്ച ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നില്ല. ആ ഒരു മോഹിനിയാട്ടം ഇറങ്ങിയപ്പോഴും പിന്നെ ദുരൂഹ സാഹചര്യത്തിലൊക്കെ ഇറങ്ങിയപ്പോൾ ഒന്നും കണ്ടില്ല. അതൊക്കെ OTT കണ്ട്. മോഹിനിയാട്ടവും കിടിലൻ. മോഹിനിയാട്ടം പിന്നെ അറിയാമല്ലോ, കുഞ്ചാക്കോ ബോബൻ, അതാണ് ഞെട്ടിച്ച് കളഞ്ഞത്. ലൈക്ക് എൻ്റെ അമ്മ ഒരു വേറെ തന്നെ ഒരു സാധനം. ഏത് ദുരൂഹ സാഹചര്യത്തിൽ അത് ആ സിനിമ ഭയങ്കര റോ ആയിട്ടുള്ളൊരു സിനിമ. എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര നാച്ചുറലാണ്, എന്നാൽ അങ്ങനെ ഭയങ്കര ഈ മറ്റേ എന്താണ് പ്രകൃതിയുടെ എന്തോ പറയുമല്ലോ അങ്ങനത്തെ അല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് എ മിസ്റ്ററി, ഇറ്റ് ഹാസ് ദാറ്റ് എന്താ പറയുക, ഒരു മൊത്തത്തിലൊരു ഒരു ഡാർക്ക് പടം. പക്ഷെ അത്ര ഡാർക്കല്ല, കോമഡിയൊക്കെ ഉണ്ട്. എന്താ ഇനി പറയാം, ഒരു സാധനം. അത് ഇപ്പം എങ്ങനെ പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല. ഇയാളുടെ അഭിനയം ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ജസ്റ്റ് വാച്ച് ഫോർ കുഞ്ചാക്കോസ് അഭിനയം. പുള്ളി വേറെ തന്നെ ഒരു സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ വെറുതെ കണ്ടു നോക്കിയതാണ്. നെറ്റ്ഫ്ലിക്സിലുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണോ? ഏതിലോ ഒന്നിലുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാനെല്ലാം കണ്ടു. ആ ഒരു 2-3 ആഴ്ച കാണാത്തതിൻ്റെ ഒക്കെ എല്ലാ സിനിമകളും എടുത്തങ്ങനെ കണ്ടു. മോഹിനിയാട്ടം അടിപൊളി. മോഹിനിയാട്ടം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് കുഞ്ചാക്കോ ആണ് ഈ ആഴ്ച ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായത്. കുഞ്ചാക്കോൻ്റെ ആക്ടിങ് ചില സമയത്ത് 2-3 അങ്ങനെ ഒരു ഇതിലുണ്ട്. അത് വേറൊരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുക. അത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പോലെ ഒരു പേഴ്സണാലിറ്റി വേറെ പേഴ്സണാലിറ്റി ആയിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ റിവ്യൂസ്. ഇനി നമുക്ക് ന്യൂസ് സെക്ഷനിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു അൺഎംപ്ലോയിഡ് പീപ്പിൾസ് സെക്ഷൻ. നമ്മുടെ പോളിസി അറിയാലോ, സീരീസ് ഇറങ്ങിക്കഴിഞ്ഞ് ഫിനാലെ കഴിഞ്ഞിട്ടേ നമ്മൾ റിവ്യൂ പറയുള്ളൂ. അതുകൊണ്ടാണ് ഫ്രമിൻ്റെയും ബോയ്സിൻ്റെയും വിഡോസ് ബേ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹൊറർ സീരീസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആപ്പിൾ TV ഒന്നിൻ്റെ റിവ്യൂസ് പറയാത്തത്. പക്ഷേ വിഡോസ് ബേ ഒക്കെ കിട്ടില്ലെന്നാട്ടാ. ഒരു 4ാമത്തെ ഒരു എപ്പിസോഡ് ഉണ്ട് മോനെ. ആ വെപ്പൺസ് മൂവിയില്ലേ, വെപ്പൺസ് മൂവിൻ്റെ അതേ ഒരു കോൺസെപ്റ്റിൽ ഒരു ഫുൾ എപ്പിസോഡ്, ഒരു ഹൊറർ സാധനം. പൊളി സീരീസാണ് ഇതുവരെ. പക്ഷെ ഇല്ല, റിവ്യൂ പറയുന്നില്ല. നമുക്ക് ബോയ്സിൻ്റെ കാര്യം പറയാം. 2 വാക്ക് പറയാനുണ്ട് ഈ തെണ്ടികളുടെ അടുത്ത്. ഈ ബോയ്സിൻ്റെ തള്ള എങ്ങനെയായിരുന്നറിയോ? ആ എറിക്കുന്നതുകൊണ്ട് ഇത് ഈ ഷോൻ്റെ മെയിൻ ആളുണ്ട്, ക്രിയേറ്റർ ഈ ഷോൻ്റെ വന്നിട്ട് പറയാണ്, സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ ഒരു സീരീസാണോ? ഈ സീസൺ ഫിനാലിൽ 4 പേര് മരിച്ചില്ലെങ്കിൽ എങ്ങനെ ഒരു സീരീസ് ആവും? അതൊക്കെ ഒരു എൻഡിങ് ആണോ? ഒരു ഫിനാലെ പറയുമ്പോൾ കുറേ പേര് മരിക്കണം, കുറേ കാര്യങ്ങൾ സംഭവിക്കണം, അത് വേണ്ടേ? അല്ലാണ്ട് ഈ സ്ട്രേഞ്ചർ തിങ്സിനെ പോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹൗ വൈ എന്നൊക്കെ പറഞ്ഞ് ഒരേ തള്ളായിരുന്നു.
എനിക്ക് തോന്നുന്നത് ഒന്നില്ലെങ്കിൽ ഫിനാലെ ഒരു പൊളിക്കും. ഫിനാലെ ആക്ച്വലി 65 മിനിറ്റാണ്, 1 മണിക്കൂറിൻ്റെ അടുത്ത് എന്തോ ഉണ്ട്. അതിലിനി മറ്റേ ഇയാളെ കാണിക്കുന്നുമില്ല, നമ്മൾ സോൾജർ ബോയിനെ ഇനി കാണിക്കുന്നുമില്ല, സോൾജർ ബോയ് വരുന്നില്ല. ഈ ബോയ്സും നമ്മുടെ ഹോംലാൻഡറുമായിട്ടുള്ള വൈറ്റ് ഹൗസിൽ വെച്ചിട്ടുള്ളൊരു ഫൈറ്റായിരിക്കും മിക്കവാറും അതിലുണ്ടാവുക. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കോമിക്കിലുള്ളതാണ്. ഇത് നിങ്ങൾ ഭയങ്കര സ്പോയിലറാണ്, ഇതെന്താ അങ്ങനെ ഇങ്ങനെയൊന്നും പറയണ്ട. കോമിക്കിലുള്ള സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, കോമിക്കിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് നോയറാണ്. ബ്ലാക്ക് നോയറും ഹോംലാൻഡർ തന്നെ ഇരട്ട പോലത്തെ ഒരാളാണ് ബ്ലാക്ക് നോയർ ഫേസ് മാസ്ക് ഊരുകയില്ല, മിണ്ടുമില്ല. ലാസ്റ്റാണ് ഈ ഫേസ് മാസ്ക് ഊരി നോക്കുമ്പോൾ അതൊരു ഹോംലാൻഡർ. അപ്പോൾ ശരിക്കുള്ള ഹോംലാൻഡർ അല്ല വില്ലൻ, ഈ ബ്ലാക്ക് നോയർ ഹോംലാൻഡറാണ് ശരിക്കും വില്ലൻ. ഈ നമ്മുടെ ബുച്ചറിൻ്റെ ഭാര്യനെ പീഡിപ്പിച്ചിട്ടാണല്ലോ ഒരു കുട്ടി ഉണ്ടാവുന്നത്. ആ കുട്ടീനെ പീഡിപ്പിക്കുന്നത് ആരാ? ഇത് സീരീസിൽ ശരിക്കും ഒരു ഹോംലാൻഡറല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഹോംലാൻഡർ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. ഭയങ്കര അൾട്ടിമേറ്റ് ഒരു വില്ലൻ. പക്ഷേ കോമിക്കിൽ എങ്ങനെ വെച്ചാൽ ഒരു ട്വിസ്റ്റ് വരികയാണ് ലാസ്റ്റ്. ആ ട്വിസ്റ്റിൽ ആണ് അറിയുന്നത് ശരിക്കുള്ള ഹോംലാൻഡർ നല്ല ഹോംലാൻഡറാണ്, ആക്ച്വലി മോശം ബ്ലാക്ക് നോയറാണ് എന്നാണ് അറിയുന്നത്. ദാറ്റ് സൗണ്ട്സ് ഗുഡ് നൗ. ഞാനിത് ലാസ്റ്റ് ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ സീരീസുകാർ നോക്കിക്കോ പൊള്ളിക്കും, ഇതിനെയൊക്കെ മാറ്റി എഴുതി. കാരണം ഇവർ കോമിക് ബുക്കിൽ ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ എടുത്തുന്നേ ഉള്ളൂ, ഒരു ബന്ധവുമില്ല, ഫുൾ മാറ്റമാണ്. ഓക്കെ, ക്യാരക്ടേഴ്സിനെ മാറ്റിയിട്ടുണ്ട്, സ്റ്റോറി ലൈൻ മാറ്റിയിട്ടുണ്ട്, ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം മാറ്റിയിട്ടുണ്ട്, എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കുക, കോമിക് ബുക്കിൽ ഇങ്ങനെയല്ലേ, അപ്പോൾ കോമിക് ബുക്കിനേക്കാളും അടിപൊളിയായിരിക്കും ഫിനാലെ, പൊള്ളിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇതിപ്പോൾ ഈ ഫുൾ ഫില്ലർ എപ്പിസോഡ്സ് പോലെ, ഫുൾ ഫില്ലർ എപ്പിസോഡ്സ്. ലൈക്ക് വാട്ട് ദ ഫക്ക്, എന്തെങ്കിലും ചെയ്യടേ. ഇനി 2-3 ഫാൻ തിയറീസാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇതൊന്നും സ്പോയിലറല്ല, ഇതിപ്പോൾ നമുക്ക് അറിയില്ലല്ലോ, അപ്പോൾ ഫാൻ തിയറി പോലെ എടുത്താൽ മതി. എനിക്ക് തോന്നിയ ഫാൻ തിയറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെറി ഉണ്ടല്ലോ, മെറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെൻവിത്തെ ഒരു പെൺകുട്ടിയുണ്ട്, മെയിൻ ക്യാരക്ടറാണ്. ജെൻവിയും ക്യാൻസൽ ചെയ്തു. ഇപ്പമാരി എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുക. ജെൻവിയൊക്കെ അതിൽ അടിപൊളി സീരീസായിരുന്നു. ലൈക്ക് ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നത് കാണുമ്പോൾ. കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം, ഒരു സീക്രട്ട് ലാബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് വരികയായിരുന്നു. അതിനെയും ക്യാൻസൽ ചെയ്തു. ഈ ജെൻവി ഒന്നും കൊടുക്കാൻ വലിയ പൈസ ഒന്നും കൊടുക്കണ്ട, അതൊക്കെ പിള്ളേരാണ്. ഐ മീൻ ഇപ്പോൾ ഭയങ്കര ചിലവാണ് ഇതൊന്നും. ആ ജെഫ് ബെസോസിൻ്റെ കയ്യിൽ ആ സിറ്റാഡലിൻ്റെ 2nd സീസണൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഹൂ ഈസ് ആസ്കിങ് ഫോർ ദിസ്, ഹൂ ഈസ് വാച്ചിങ് ദിസ്, നോ വൺ നോസ്. അതെന്തോ ഒരു മണി ലോണ്ടറിങ് സിസ്റ്റം പോലെ ജെഫ് ബെസോസ് എടുക്കുന്ന ഒരു സാധനമാണ് സിറ്റാഡലിൻ്റെ ചിലവ് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ സീരീസുകളിൽ ഒന്നാണ് സിറ്റാഡൽ. പ്രിയങ്ക ചോപ്രയും നമ്മുടെ മറ്റേ ആ ഒരു സ്റ്റാർക്ക് ഉണ്ടായല്ലോ, മറ്റേ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇത് എടുക്കാൻ പൈസയുണ്ട്, ജെൻവി എടുക്കാൻ പൈസയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ അടുത്തൊരു സ്പിൻ ഓഫ് വരുന്നത് വാട്ട് റൈസിംഗ് എന്ന് പറഞ്ഞിട്ട് ഇനി അതിലേക്കാണ് ഫുള്ള് ഫോക്കസ് എന്നാണ് തോന്നുന്നത്. സോൾജർ ബോയിൻ്റെ കഥ 1950s അതിനെക്കുറിച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. സോൾജർ ബോയ് വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് സംസാരിക്കും, പിന്നെ പണ്ടത്തെ ഒരു കാര്യം പറയും. പണ്ട് അവളെങ്ങനെയായിരുന്നു, പണ്ട് ഞങ്ങളെങ്ങനെയായിരുന്നു. അത് ഇതിനു വേണ്ടി പറയുകയാണ്. ഞാൻ അടുത്ത ഷോൻ്റെ ഒരു ഇതിട്ട് വയ്ക്കുകയാണ്, ഇനി അടുത്ത് ഞങ്ങൾ വേറെ ചെയ്യുന്നുണ്ട് അത് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞു വയ്ക്കുക. അയ്യേ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ബോയ്സ്. ഇങ്ങനെയൊക്കെ പറയുന്നവരിനെ കളിയാക്കുന്ന ആൾക്കാരായിരുന്നു ബോയ്സ്. ഇതിപ്പോൾ ഫുള്ളൊരു അങ്ങനത്തെ ഒരു എപ്പിസോഡായിരുന്നു. ആ ടോണി സ്റ്റാർ ആണെങ്കിൽ ഫുള്ള് ഈ ബോയ്സിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് പോസ്റ്റ് ഇട്ടാലും മീമിട്ടാലും അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റും ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് മനസ്സിലാവുന്നില്ല.
പുള്ളി മറ്റേ ഹോംലാൻഡറായിട്ട് അഭിനയിക്കുന്ന ടോണി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഈ ബോയ്സിന് കുറ്റം പറഞ്ഞിട്ട് ഇതെന്താ അത് എപ്പിസോഡ്സ് ഒന്നും ഇതെന്താ സ്റ്റോറി ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ പോസ്റ്റിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. ഒരു കമൻറ്റൊന്നുമില്ല, കുറേ കമൻറ്റ്. പുള്ളി ഫുള്ള് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ ഫാൻ തിയറി എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മെറി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സൂപ്പർ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ബ്ലഡ് വി ആണല്ലോ ഇപ്പോൾ ഉള്ളത്, V1 അതാണല്ലോ ഇപ്പോൾ ശരീരത്തിലുള്ളത് ഹോംലാൻഡറിൻ്റെ. അതാണല്ലോ ഇപ്പോൾ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം. ബ്ലഡ് കൺട്രോൾ ചെയ്താൽ ആ ഊറ്റിയെടുക്കാമല്ലോ. മെറിക്ക് പല കഴിവുണ്ട് കേട്ടോ. തല പൊട്ടിത്തെറിപ്പിക്കുക, ബ്ലഡിനെ ഫുള്ള് കൺട്രോൾ ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അതൊരു നൈസൊരു പ്ലോട്ടായിരുന്നു. ഞാനിത് പണ്ടൊരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. ഹോംലാൻഡറിനെ കൊല്ലാൻ ആക്ച്വലി ബുച്ചറാണ് മറ്റേ കോമിക് ബുക്കിൽ കൊല്ലുക, പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ബെസ്റ്റ് ക്യാരക്ടർ ഈ മെറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫാൻ തിയറി. പിന്നെ രണ്ടാമത് ഈ എക്സിൽ ഒരു ലീക്ക് വന്നിട്ടുണ്ട്. ഇത് വലിയൊരു ലീക്കാണ്. അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അതിൽ ബേസിക്കലി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് സീൻ ബൈ സീനാണ് കേട്ടോ പറയുന്നത്. അതായത് ഹോംലാൻഡർ ഒരു പ്രസ് മീറ്റ് വിളിക്കും. അപ്പോൾ ആ പ്രസ് മീറ്റിൽ വെച്ചിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഇപ്പോൾ മറ്റേ ആൾക്കാരുടെയൊക്കെ ഈ ഹാർട്ട് ബീറ്റ് നോക്കിയിട്ട് നുണയാണോ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് പ്രശ്നമാവുമല്ലോ. അപ്പോൾ അതുവഴി ഹോംലാൻഡർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരിനെയൊക്കെ കൊല്ലാൻ തുടങ്ങി. ഒരു മൈൻഡ് ഔട്ടാവും ഹോംലാൻഡർ, ദേഷ്യം വന്നിട്ട് എല്ലാവരും കൊല്ലും ലൈവ് TVൻ്റെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ ഹോംലാൻഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിനെ, ഒരു ചർച്ചിൻ്റെ ആൾക്കാരിനെ ഹോംലാൻഡറിന് എതിരാവും. അങ്ങനെ ആവുമ്പോൾ പിന്നെ ഹോംലാൻഡർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യായിരിക്കും, മറ്റേ കൂടെയുള്ള കുറച്ച് സൂപ്പർ ഹീറോസിനെയൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു പുതിയ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അത് കോമിക് അക്യുറേറ്റ് ആയിട്ടുള്ളൊരു പോസ്റ്ററാണ്. വൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കുറേ സൂപ്പർ ഹീറോസും ഹോംലാൻഡർ നടുക്ക് നിൽക്കുന്ന ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് ആക്ച്വലി കോമിക് ബുക്കിൻ്റെ സെയിം പോസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഹോംലാൻഡറിൻ്റെ പിന്നെ കുറച്ച് ആൾക്കാരും ഇവരെല്ലാവരും കൂടെ ഒരു വൻ ഫൈറ്റ് ആയിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു ലീക്ക് വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഡീറ്റെയിൽഡ് ലീക്കാണ്. അത് ഭയങ്കര ഒരു എല്ലാവർക്കും എന്ത് സംഭവിക്കും, ബോയ്സിന് എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ള ലീക്കാണ്. ഇത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതെങ്ങാനും ഇതാണെങ്കിൽ ഒറിജിനൽ അപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. കിമിക്കോ ആണ് ഒരു എന്തോ ഒരു ചെയ്യാൻ പോകുന്നത് എന്നാണ് ബേസിക്കലി ലീക്കിൽ പറയുന്നത്. ലീക്ക് ഞാൻ വായിക്കുന്നില്ല, ലീക്ക് ഞാൻ അവിടെ കൊടുക്കുക. യു ക്യാൻ ജസ്റ്റ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ, ഇത് അമ്മാതിരി ഒരു ഡീറ്റെയിൽഡ് ലീക്ക് എക്സിൽ വന്നതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സംഭവമുണ്ട്. കിമിക്കോ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആയിരിക്കും ഹോംലാൻഡറിന്. കിമിക്കോന് ഇപ്പോൾ തന്നെ മറ്റേ പവറൊക്കെ കിട്ടുന്ന പോലെ ആയല്ലോ. അപ്പോൾ ഇനി ആ പവർ കിട്ടും, ഈ V1 പവർ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സോൾജർ ബോയ് വരുന്നില്ല, അത് കൺഫേംഡ് ആണ്. ബാക്കി എന്താണെന്നറിയില്ല. ഒരു എപ്പിസോഡ് ഈ ബുധനാഴ്ച തീരുമാനിക്കും. ബോയ്സ് എത്ര നല്ല സീരീസ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും ഡൗട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ വരെ ഇത് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു മോശം സീസണോ ഒരു 3-4 എപ്പിസോഡ് ഇങ്ങനെ ഒരു മോശം എപ്പിസോഡ് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫണ്ണായിട്ടുള്ളതും അവരെ തന്നെ കളിയാക്കുക, അല്ലെങ്കിൽ അവർ വേറെ ആരെയും കളിയാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്സ്. അപ്പം നാട്ടിൽ നടക്കുന്ന കുറേ പൊളിറ്റിക്സ് ഉള്ള ആൾക്കാർ ഇതിലുണ്ട്. ട്രംപിനെയൊക്കെ നല്ല ഊക്കുന്നുണ്ട്. ഈ ഗോഡിൻ്റെ പരിപാടിയൊക്കെ ട്രംപിനെ ആക്ച്വലി വെക്കുന്നതാണ്. പക്ഷെ എന്നാലും എൻ്റെ ബോയ്സിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, വിഷമമുണ്ട്. ബുധനാഴ്ച എല്ലാം ഒന്ന് നന്നായിട്ട് വന്നാൽ മതിയായിരുന്നു, ഒരു സമാധാനമാവും. ഇല്ലെങ്കിൽ വീണ്ടും തുടങ്ങും എൻ്റെ ഗെയിം ഓഫ് ത്രോൺസ്, സ്ട്രേഞ്ചർ തിങ്സ്, പിന്നെ ബോയ്സ്. അവസാനത്തെ സീസൺ കൊളാക്കിയത് അറിയില്ല. ഇനി അടുത്തത് ഫ്രംപാണ്. ഫ്രംപിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ബോയ്ഡിനെ വിളിക്കുന്നു, ബോയ്ഡ് വന്നിട്ട് എന്തെങ്കിലും പറയും, ബോയ്ഡ് ആശാനെ അതൊന്ന് ശരിയാക്കി താ പറയും. ഇതന്നെ കണ്ട് 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 മടുത്തു, ഉള്ളത് പറഞ്ഞാൽ മടുത്തു. എന്തെങ്കിലും ചെയ്യടേ, വെറുതെ ഇരിക്കുക.
ആക്ച്വലി ഇത് മറ്റേ ഡോക്യുമെൻ്ററി ഒന്നും അല്ലല്ലോ, ഇതൊരു ഫാൻറ്റസി സാധനമല്ലേ. അപ്പം ശരിക്കും ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ എന്താണ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും ലൈഫ്. ഒരേ കാര്യം തന്നെ ചെയ്യുക. ഇപ്പോൾ കുറേ പേർക്ക് ഡ്യൂട്ടി, ഹോട്ടലിലെ ഡ്യൂട്ടി, കുറേ പേർക്ക് ആ ഡ്യൂട്ടി ഈ ഡ്യൂട്ടി, അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണല്ലോ ശരിക്കും. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ആലോചിച്ച് നോക്ക്, സ്ഥലത്ത് പോയി പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷെ അതല്ല ഇത് ഡോക്യുമെൻ്ററി അല്ലല്ലോ, ഇത് നിങ്ങളൊരു സീരീസ് അല്ലേ. 10 എപ്പിസോഡ്സാണ് സാധാരണ ഉണ്ടാവുക. മൂന്നാമത്തെ സീസണിൽ 10 എപ്പിസോഡ് ഉണ്ട്. ഇതിപ്പോൾ 5 എപ്പിസോഡ് ആയിട്ടുള്ളൂ. സമയമുണ്ട്, ബോയ്സ് പോലെയല്ല, സമയമുണ്ട്. നന്നാക്കിയാൽ മതിയായിരുന്നു. ഇതും അവസാനം ഒന്നും മനസ്സിലാവില്ല, കുറേ ചോദ്യങ്ങൾ ബാക്കി. ഇതെന്താ ഇങ്ങനെ, ഇവരൊക്കെ ആരാണ്, ഒരു ചെക്കനൊക്കെ വന്നിട്ട് സമയമില്ല വേഗം ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, നീ മര്യാദയ്ക്ക് സംസാരിക്കണം, എന്തിനാണ് ഇങ്ങനെ കടങ്കഥ പോലെ ഓരോന്ന് പറയണത്, ഇതൊന്നും ചോദിക്കുന്നുണ്ട്. അതിൽ നമുക്കും അതന്നെ ചോദിക്കാവുള്ളൂ, എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് പറയണത്, എനിക്ക് പറയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറയണം. കുറേ പിള്ളേർ വെള്ള യൂണിഫോം പോലെ ഇട്ട് വന്നിട്ട് ഓരോന്ന് പറയുക. കാണുമ്പോൾ പണ്ടൊക്കെ അത് കാണുമ്പോൾ ഒരു അവന്മാർ എന്തൊക്കെയോ സീനാണെന്ന്, അവൻ്റെ ഒരു ആങ്കൂയി കുങ്കൂയി ഒക്കെ. ഇപ്പം ഏറ്റവും കിടലായിട്ട് പോകുന്നത് വിഡോസ് ബേ. ഞാൻ വീണ്ടും പറയുന്നു, അതിനെക്കുറിച്ച് റീലും ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻ ടു ഹൊറർ, ഇഫ് യു ആർ വോണ്ട് ടു സീ എ ഗുഡ് ഹൊറർ വെബ് സീരീസ്, ഗോ വാച്ച് ഇറ്റ്. എല്ലാ തിങ്കളാഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ, തിങ്കളാഴ്ചയാണ് വരുന്നത്. ഗോ വാച്ച് ഇറ്റ്. ഇനി അടുത്ത കാര്യം പറയാനുള്ളത് നമ്മുടെ യൂഫോറിയനെ കുറിച്ചാണ്. 5ാമത്തെ എപ്പിസോഡ് പൊള്ളി എപ്പിസോഡ്. എനിക്കിഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താണ് മറ്റേ സിഡ്നി സ്വീനിൻ്റെ ഇതെന്താ ഇങ്ങനെ, ഇത് കുടുംബങ്ങൾക്ക് കാണാൻ പറ്റുമോ? കുടുംബങ്ങൾക്ക് കാണേണ്ട സീരീസ് അല്ല യൂഫോറിയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ യു ആർ എ ഫൂൾ, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് നിങ്ങൾ ആദ്യത്തെ സീസണൊന്നും എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഫസ്റ്റ് സീസണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അതിലല്ലേ മറ്റേ ആൾ ആ പിന്നെ പീഡിപ്പിക്കുന്ന പോലത്തെ കാണിക്കുന്നത്. അത് ഫസ്റ്റ് എപ്പിസോഡിൽ ആദ്യം തന്നെ ഉണ്ട്, തുടക്കത്തിൽ തന്നെ ഉണ്ട്. ആ ഹണ്ടർ ഷേഫറിൻ്റെ ആ സീനാണ് ഫസ്റ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അതന്നെയാണ്. അപ്പം ഇതിൻ്റെ ഒരു ലെവൽ അതാണ്. ഏത് ഇങ്ങനെ കുറേ മറ്റേ സ്കൂൾ പിള്ളേർ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നു, ഡ്രഗ്സ് ചെയ്യുന്നു, മറ്റേ പ്രോസ്റ്റിറ്റ്യൂഷന് പോകണു, അത് പോകണു, ഇത് പോകണു, ഇതൊക്കെ തന്നെയാണ് പണ്ടും ഇതേപോലെ. ഇതിപ്പോൾ ഓൺലി ഫാൻസ്. പണ്ട് ഇതേപോലെ ആ കുറച്ച് തടിച്ചിട്ടുള്ളൊരു പെൺകുട്ടി ഉണ്ടായില്ല, പേര് എനിക്ക് ഓർമ്മയില്ല. അവരും ഇതുപോലെ ഈ ഓൺലൈനിൽ വീഡിയോസ് ഉണ്ടാക്കി വിൽക്കുന്ന ആ സീനൊന്നും ആർക്കും ഓർമ്മയില്ലേ? അതും ഉണ്ടായിരുന്നു. സെക്കൻഡ് സീസണിൽ എന്തോ ആണ്. എന്നിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവർ വരുന്ന ആക്ടേഴ്സിനെ ഇപ്പോൾ ഫയർ ചെയ്യുക, അവർ എന്തോ പിരിഞ്ഞു എന്തോ ചെയ്തു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങളുടെ എന്താണ് സംസ്കാരമില്ല, സംസ്കാരം തന്നെ, ഞങ്ങളുടെ സംസ്കാരം നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറവന്മാർ. ഏതാണ് അവന്മാർ? അത് പറയുന്ന മുഴുവൻ അമേരിക്കക്കാരല്ലേ. എനിക്ക് അതാണ് ഇപ്പന്മാരുടെ നിങ്ങളല്ലണ്ട മറ്റേ ഓൺലി ഫാൻസ് ശരിക്കും ഇങ്ങനെ ചെയ്യുന്നവന്മാർ. എന്നിട്ട് ഇത് കണ്ടിട്ട് ഫുള്ള് എന്താ അതിങ്ങനെ എന്നൊക്കെ. വാട്ട് ദ ഫക്ക്. അപ്പോൾ കിടിലനായിട്ട് പോകുന്നുണ്ട് യൂഫോറിയ. ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂഫോറിയ ഈ സീസണോടെ നിർത്തുമായിരിക്കും. കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്താൽ നൈസായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ഇപ്പോൾ ആരാണ്? സിഡ്നി സൂനിക്ക് പിന്നെ കുറേ സിനിമ സ്വന്തമായിട്ട് ഇപ്പോൾ പ്രൊഡ്യൂസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് ഹൗസ് മെയ്ഡാണ്. അതൊക്കെ മറ്റേ ബില്യണല്ല, കുറേ പൈസയൊക്കെ കളക്ട് ചെയ്ത ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണല്ലോ. സെൻഡയും ഭയങ്കര ആക്ട്രസ്സായി. പിന്നെ ആരാണ്? അത് ഭയങ്കര കഷ്ടമായിരിക്കും ഉണ്ടാക്കാൻ, പക്ഷെ എന്നാലും ഉണ്ടായ നൈസായിരുന്നു. ഇതിൻ്റെ ഒരു എൻ പോർഷനൊക്കെ ഉണ്ട്, ഒരു മണ്ണ് ഇതുവരെ വെച്ചിട്ടൊക്കെ സെൻഡയുണ്ട്. അതൊക്കെ അടിപൊളി സീൻ. ഇതിൽ പുതിയ കുറേ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഒരു ഗാങ്സ്റ്ററിനെ പോലത്തെ ഈ സ്ട്രിപ്പ് ക്ലബ്ബൊക്കെ നടത്തുന്ന ഒരാളൊക്കെ. ചങ്ങായി ശരിയായി കാണുമ്പോൾ തന്നെ ഒരു പേടി, ടെറർ ആൾ. ഫുള്ള് മറ്റേ അയാളുടെ ഒരു ഡയലോഗും ആ ഒരു ഡയലോഗ് ഡെലിവറിയൊക്കെ പോലീസാണ്.
അപ്പോൾ യൂഫോറിയ അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പല ആൾക്കാർ പല എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവില്ല അമ്മമാരൊക്കെ എന്താ പറയുന്നത്, ഒരു ഐഡിയ ഇല്ല എന്താ അമ്മമാരൊക്കെ. പിന്നെ ഇനി അടുത്തത് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ന്യൂസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ മണി ഹൈസ്റ്റ് പ്രൊഫസറിനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു നാണം കെട്ടവന്മാരില്ലേ, അത് ഈ നെറ്റ്ഫ്ലിക്സുകാർ മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഇപ്പം നെറ്റ്ഫ്ലിക്സ് എന്തിനാണ് ഇപ്പോൾ ആ ഷോ അവസാനിപ്പിച്ച് മണി ഹൈസ്റ്റ്, അതെന്തിന് നിങ്ങൾ അവസാനിപ്പിക്കുന്നത്? എന്നാൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യും. ഇല്ല, അവസാനിപ്പിച്ചിട്ട് പിന്നെ വേറെ പ്രൊജക്റ്റ് ഒന്നും മര്യാദയ്ക്ക് വർക്കാവുന്നില്ല എന്ന് കാണുമ്പോൾ പണ്ടത്തെ പ്രൊഫസറിനെ വെറുതെ ഇരിക്കുന്ന ആളിനെ തിരിച്ചു കൊണ്ടുവരിക. ഇവർ ബെർലിൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്പിൻ ഓഫൊക്കെ ഇറക്കുന്നുണ്ട്, അതിൻ്റെ സെക്കൻഡ് സീസണാ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, അവർ അപ്പുറത്ത് എന്തൊക്കെയോ ചെയ്യണ്ടോ, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, പ്രൊഫസറിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് മണി ഹൈസ്റ്റ് കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് എന്നൊക്കെ. അറിയില്ല മണി ഹൈസ്റ്റിൻ്റെ അവസാനം എന്ത് ചെയ്യും, പ്രൊഫസർ മരിച്ച ഇല്ലല്ലോ അല്ലേ, പ്രൊഫസറിന് എന്താ പറ്റിയത് ഒരു ഓർമ്മയില്ല കേട്ടോ. മണി ഹൈസ്റ്റിൻ്റെ അവസാനം ടോക്കിയോ മരിച്ചു. മണി ഹൈസ്റ്റിൻ്റെ അവസാനം എന്താ, ജയിലിൽ പോയാ, തായ്ലൻഡിൽ പോണത്, അതില്ല, അത് അതിന് മുന്നത്തെ സീസണായിരുന്നു. എനിക്ക് ഒരു ഓർമ്മയില്ല കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മയുണ്ട് മണി ഹൈസ്റ്റിൻ്റെ അവസാനം എന്താണെന്നൊന്ന് ആർക്കും ഓർമ്മയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അടുത്ത കാര്യം നടന്നു, നമ്മുടെ ദൃശ്യത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഒന്നും തോന്നുന്നില്ല. അതായത് ഈ ഇവർ സാധാരണ ഇപ്പം എന്തെങ്കിലും ഒരു ഇതുപോലെ ആവാതെ ഇനിയിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു സ്കോപ്പില്ലല്ലോ. അപ്പോൾ ജോർജ് കുട്ടിക്ക് ഈ മാനസികമായിട്ട് പ്രശ്നം, കാരണം എപ്പോഴും ഇങ്ങനെ പേടിയാണല്ലോ. കാരണം കൊലപാതകം ചെയ്തു സമ്മതിച്ച് മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എപ്പോഴും അവരെന്നെപ്പോൾ ഇതാക്കുമോ, ഇത് പുറത്ത് കൊണ്ടുവരുമോ, ഇയാൾ മറ്റേ അണ്ടർ കവർ പോലീസാണോ, അപ്പോൾ കൂടെ ഉള്ളവരിന് ഒരു വിശ്വാസമില്ല, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എപ്പോഴും സംശയത്തോടെ നോക്കി അങ്ങനെ ഒരു മെൻ്റൽ ടോർച്ചർ, മെൻ്റൽ പ്രഷർ കാരണം എന്തെങ്കിലും ചെയ്യുന്ന പോലത്തെ എന്തോ ഒരു പരിപാടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് ട്രെയിലറിലൊക്കെ ഉള്ളത്. എന്താണെന്നൊരു പിടിയില്ല. പക്ഷേ എന്ത് ചെയ്തിട്ടൊരു എന്തത് ഇങ്ങനെ എന്നൊരു തോന്നൽ, അത് ചിലപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും തോന്നി ചില സമയത്തായിട്ട് നേരെ ഓപ്പോസിറ്റായിരിക്കും സംഭവിക്കുക. ഇപ്പോൾ ദൃശ്യം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈപ്പില്ലാത്ത സിനിമ. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയൊരു മറ്റേ ഈ എമ്പുരാൻ്റെയും മറ്റേതിൻ്റെയൊക്കെ ഒരു ഹൈപ്പ് വരേണ്ട സിനിമയാണ്. ബുക്കിംഗ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. എൻ്റെ ഇതൊന്നും നോക്കിയില്ല, സ്ട്രീറ്റൊക്കെ ചിലപ്പോൾ ഫുള്ളായിട്ടുണ്ടാവും. ഈ ഓൺലൈനിൽ ഹൈപ്പം, ഓൺലൈനിൽ ആൾക്കാർ വർത്താനമൊന്നും പറയുന്നത് കേട്ടില്ല. ഓൺലൈനിൽ എല്ലാവരും കുറ്റമാണ്, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ സീരിയൽ പോലിരിക്കുന്നത്, ഇതെന്താ ഇതിൻ്റെ ഫ്രെയിമിങ് എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. അതല്ലാണ്ട് നല്ലതാണ്, ഹൈപ്പ് കുറവുള്ളതാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ സിനിമ നല്ലതാണെങ്കിൽ പിന്നെ അങ്ങനെ പോകാമല്ലോ. പക്ഷേ ഒരു സിനിമയുടെ ഒരു ഫ്രാഞ്ചൈസിന് തേർഡ് പാർട്ടില്ലേ, അപ്പത്തിരി ഹൈപ്പ് വേണ്ടേ? ഒരു ഫാൻ ബേസ് ഓൾറെഡി ഉണ്ടല്ലോ. ഒരു പുതിയ സിനിമ ആണെങ്കിൽ ഏതാ പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ അത് അത്ര ഹൈപ്പ് എടുത്ത്, ഇപ്പോൾ തേർഡ് പാർട്ടിനുള്ള ഹൈപ്പ് ഉണ്ടോ? എനിക്കൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് എവിടെയും ഹൈപ്പൊന്നും കണ്ടില്ല. അത് ഇപ്പം എൻ്റെ കുഴപ്പമാണോന്നോ എൻ്റെ അൽഗോരിതത്തിൻ്റെ കുഴപ്പമാണോന്ന് അറിയില്ല. നിങ്ങളുടെയൊക്കെ അൽഗോരിതത്തിൽ എന്തെങ്കിലും വരുന്നുണ്ടോ ദൃശ്യത്തിൻ്റെ തേർഡ് പാർട്ടിൻ്റെ? എനിക്കറിയില്ല, എൻ്റെ കയ്യിലൊന്നും വരുന്നില്ല. അതാണ് എന്താ പറയുക, ഒരു നല്ലൊരു പ്രൊജക്റ്റിന് ഹൈപ്പില്ലാത്തൊരു അവസ്ഥ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അറിയില്ല, ഒരു സിനിമേൻ്റെ ഇത്രയും ഹിറ്റ് അടിച്ച ഒരു സിനിമേൻ്റെ തേർഡ് പാർട്ട് വന്നിട്ട് ആരും സംസാരിക്കുന്നേ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല. ഇറങ്ങട്ടെ സിനിമ, നല്ലതാവട്ടെ. കാരണം സിമ്പിളായിട്ട് 100 ഒരു എന്താ പറയുക, ഒരു എബോ ആവറേജ് അല്ല, ലാസ്റ്റ് ഒരു ഞെട്ടിക്കണ ഒരു സാധനം ഉണ്ടെങ്കിൽ 100 കോടി അടിച്ചു ഷുവർ ഷോട്ട്. ഒരു ഞെട്ടാണ്ട് ഈ മറ്റേ അങ്ങനെ ചെയ്യില്ല.
ഈ ഫുള്ള് ജോർജ് കുട്ടിൻ്റെ വിഷമങ്ങൾ, ജോർജ് കുട്ടിൻ്റെ ടെൻഷൻ അങ്ങനെയൊക്കെ ഇല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ട്രെയിലറിൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞെട്ടണൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞെട്ടാനുണ്ടാവണം. ജീത്തു ജോസഫ് അറിയാല, ഈ അവസാനത്തെ നല്ല സിനിമ പുള്ളിയുടെ കൂമൻ നൈസായിരുന്നു. കൂമൻ്റെ ക്ലൈമാക്സ് ഒരുമാതിരിയായിരുന്നു. കൂമൻ പക്ഷേ അടിപൊളിയായിരുന്നു. അതിന് മുന്നേ ഏതാണ് തന്നെ ദൃശ്യം 2 എത്ര കൊല്ലമായി ഇറങ്ങിയിട്ട്? കുറച്ച് കൊല്ലമായി. കോവിഡ് സമയത്ത് ഇറങ്ങിയതല്ലേ. അതാണ് ഒരു ജീത്തു ജോസഫിൻ്റെ ഒരു അവസ്ഥ. ആ ഒരു അവസാനം ഒരു സിനിമ ഇറങ്ങിയാലോ, ഞാനൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അയ്യോ അത് കണ്ടൊന്ന് തീർക്കാൻ പറ്റ പാടുണ്ടല്ലോ. എന്താണ് ആയിരത്തെ വലതുവശത്തെ കള്ളന, അങ്ങനെ എന്തോ ഒരു സാധനം. പൊന്നോ, സൈക്കിൾ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ഓൾ ദ ന്യൂസ്. ഇത്രേ ഉള്ളൂ. നമുക്ക് ഏതൊക്കെയാണ് പുതിയ സിനിമകൾ വരുന്നത്? കുറേ സിനിമകൾ വരുന്നുണ്ട്, കുറേ സിനിമ OTTയിലും വരുന്നുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. ഇത് ആക്ച്വലി ഒരു ഹൊറർ മന്താണ്. ശരിക്കും നോക്കണമെങ്കിൽ 3 കിടിലൻ ഓഫ് ബീറ്റ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ഹൊറർ മൂവീസ് ഇറങ്ങുന്നുണ്ട്. 15-ാം തീയതി ഹൊക്കം എന്ന് പറഞ്ഞിട്ടൊരു ആഡം സ്കോട്ടൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. അത് ഇവിടെ ഒന്നും ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടില്ല. കൊച്ചി നോക്കിയില്ല, തൃശ്ശൂരും ഇവിടെയൊക്കെ നോക്കി, അവിടെ ഒന്നും ഇല്ല. കൊച്ചിയിലുണ്ടാവുമോ എന്നറിയില്ല. അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയും. പിന്നെ അടുത്തത് ബാക്ക് റൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഭവമുണ്ട്. അതായത് ഒരു ഈ 4 വന്ന ഒരു ഫോട്ടോനെ അത് പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് ഉണ്ടാക്കി, ആ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കിയവൻ ആണ് ഇത് സിനിമയുടെ ഡയറക്ടർ. ഏറ്റവും യങ്ങസ്റ്റ് ഡയറക്ടർ ഓഫ് A24 സ്റ്റുഡിയോ ഉണ്ടല്ലോ, അതിലെ ഏറ്റവും യങ്ങസ്റ്റ് ഡയറക്ടറാണ്. ബാക്ക് റൂംസ് എന്ന് പറഞ്ഞാൽ ഒരു മെയ്സ് പോലെ, അത് നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ഭയങ്കര നല്ലൊരു സിനിമയാണ്, കാണണം എന്നൊക്കെ ഉണ്ട് തിയേറ്ററിൽ പോയിട്ട്. ഇവിടെ വേണ്ടേ, ഇറങ്ങുന്ന ഒരു ഐഡിയ ഇല്ല. A24 ഒന്നും ആ മറ്റേ മാർട്ടി സുപ്രീമേ ഇറങ്ങിയത് 1 മാസം കഴിഞ്ഞിട്ടാണ്. സിനിമ അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് ഇത്രയും ഇവരുടെ ഭയങ്കര മറ്റേ പ്രമോഷനൊക്കെ കൊടുത്ത സിനിമ. അപ്പോൾ പിന്നെ ഇതിലൊന്നും ഒരു പ്രതീക്ഷയില്ല. PVR ആര് ഈ ഹുക്കുമിൻ്റെ ഒരു വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നല്ലോ, പിന്നെന്താ ഇവിടെയൊന്നും ഇല്ലാത്തത് അറിയില്ല. പിന്നെ ഒബ്സഷൻ എന്ന് പറഞ്ഞിട്ട് അതും ഒരു യൂട്യൂബറാണ്, ഇൻസ്റ്റാഗ്രാമറാണ്. അതായത് അതിലിങ്ങനെ ഈ സ്കെച്ചൊക്കെ പോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്ന ചങ്ങായാണ്. അവൻ ഡയറക്റ്റ് ചെയ്തെടുത്ത സിനിമ ഒബ്സഷൻ എന്നുണ്ട്. അതും മെയ് 28-ാം തീയതി ഇറങ്ങുന്നത്. ബാക്ക് റൂംസ് മെയ് 28-ാം തീയതി സെയിം ഡേ ആണ് ബുക്ക് മൈ ഷോയിൽ കാണിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ ഒന്ന് കാണിക്കുന്നുണ്ട്, PVR ആയാലും ഒന്ന് പറയുന്നുണ്ട്. തിയേറ്റർ നോക്കുമ്പോൾ ഒന്നുമില്ല. അടിപൊളി. അപ്പോൾ നമുക്ക് ഇറങ്ങുന്ന സിനിമകൾ നോക്കാം. 21-ാം തീയതി ദൃശ്യം 3rd പാർട്ട്. ടിക്കറ്റൊക്കെ ബുക്കിംഗ് തുടങ്ങിയതുകൊണ്ട് ബുക്ക് മൈ ഷോയിൽ കാണിക്കുന്നുണ്ട്, അത് കാണുക. പിന്നെ 28-ാം തീയതി 28-ാം തീയതി എത്ര സിനിമയാണ്? കാട്ടാളൻ തന്നെയല്ലേ, കാട്ടാളൻ ഇറങ്ങുന്നുണ്ട്. പെപ്പേൻ്റെ ട്രെയിലർ ഇറങ്ങി, അതിൻ്റെ ട്രെയിലർ ഇറങ്ങി തോന്നും. ഫുള്ള് കാടും മറ്റേ പുഷ്പൻ്റെ വേറൊരു വെർഷൻ എന്നാ തോന്നുന്നു, അതുപോലെയുണ്ട്. പിന്നെ 28-ാം തീയതി ഷാജി കൈലാസിൻ്റെ വരവ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. ഒന്നും പറയാനില്ല, നന്നാവട്ടെ. ഈ വയസ്സായ ഈ ഫീൽഡ് ഔട്ടായ ഡയറക്ടർമാർക്ക് ഒരു തിരിച്ചു വരവ് കിട്ടട്ടെ, ഒന്നും പറയാനില്ല. ഇതും കൂടി അങ്ങോട്ട് പാളിയാ നമ്മൾ ഇത്തിരി ഒരു കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ലെഗസി ഉണ്ടല്ലോ, പിന്നെ നമ്മളിങ്ങനെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു ആവശ്യമില്ല. ആക്ച്വലി എത്ര നമ്മൾ സിനിമ എടുത്തത് ഇങ്ങനെ ആക്കി. അതാണ് 28-ാം തീയതി വരവ് ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ഇതൊക്കെയാണ് ഇറങ്ങുന്ന സിനിമകൾ. പിന്നെ 5-ാം തീയതി ജൂൺ 5-ാം തീയതി മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിനവ് സുന്ദറിൻ്റെ മറ്റേ വിനീത് സിനിമ ഉണ്ടല്ലോ, എന്തായിരുന്നത്, മറ്റേ വക്കീലിൻ്റെ ആ സിനിമ,
ഒരു വക്കീലിൻ്റെ സിനിമയില്ലേ അത് മറ്റേ ഡാർക്കായിട്ടുള്ള സിനിമ, പേര് ഓർമ്മയില്ല. അപ്പോൾ ആ സിനിമൻ്റെ ആ ഒരു ഡാർക്ക് സിനിമയായിരുന്നു. അതിൻ്റെ നമ്മുടെ നെസ്ലിനെ വെച്ചിട്ട് മോളിവുഡ് ടൈംസ് കൊണ്ട് സിനിമ ഇറങ്ങുന്നുണ്ട്. നൈസായിരിക്കും തോന്നുന്നുണ്ട്. ആ ഒരു സെറ്റിങ് കണ്ടിട്ട് പഴയ ഒരു സംഭവം പോലെ ഉണ്ട്. വിൻറ്റേജ് അതാണ് വൈബ്. അപ്പോൾ ഇതൊക്കെയാണ് തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകൾ. ഇനി OTTയിൽ ഇറങ്ങുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴിൽ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞൊരു തല്ലിപ്പൊളി സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ നെറ്റ്ഫ്ലിക്സിൽ ഡെർബി ഇറങ്ങിയിട്ടുണ്ട്, പ്രൈം വീഡിയോയിൽ ഇറങ്ങിയിട്ടുണ്ട്, അത് കാണുക. പിന്നെ ഹിന്ദിയിൽ ദുരന്തറിൻ്റെ ദ റിവെഞ്ച് ഇറങ്ങിയിട്ടുണ്ട്, അത് കാണുക. മലയാളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓഹോ, അത് ഔട്ട്സൈഡ് ഇന്ത്യ നെറ്റ്ഫ്ലിക്സിലും മറ്റേത് ജിയോ ഹോട്ട്സ്റ്റാറിലും. അത് നൈസ്. അപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സ് ഇറങ്ങി 4 പേര് കാണും. പിന്നെ മാർട്ടി സുപ്രീം പ്രൈം വീഡിയോയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഓഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ കുറേ ഈ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ആമസോൺ പ്രൈമിൽ എന്തോ ഒരു സീരീസ് ഇറങ്ങിയതാണ്, എന്തോ ഒരു പൈങ്കിളി സീരീസ് പോലെ ഉണ്ട് കാണാൻ. എല്ലാവരും ഭയങ്കര സംഭവം എന്ന് പറയുന്നുണ്ട്. പണിഷർ ഞാൻ കണ്ടു കേട്ടോ. ഒന്നുമില്ല, ഒരു ചെറിയൊരു സാധനം, ഫുള്ളൊരു ഫൈറ്റിൻ്റെ ഒരു സംഭവം, വൺ ലാസ്റ്റ് കിൽ. അത് ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. നെറ്റ്ഫ്ലിക്സ് തന്നെ ബെർലിൻ ആൻഡ് ദ ലേഡി വിത്ത് എൻ എർമൈൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ബെർലിൻ്റെ സെക്കൻഡ് സീസൺ, മറ്റേ മണി ഹൈസ്റ്റിലെ ബെർലിൻ്റെ ഒരു സാധനം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഉള്ളത്. പിന്നെ നമ്മുടെ യെല്ലോ സ്റ്റോൺ ഫാൻസുകാർക്ക് പറ്റിയ സാധനം വരുന്നുണ്ട്. ഡെറ്റൻ റാഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിപ്പ് വേറൊരു ഇവിടെ പോയല്ലോ, അപ്പോൾ അവരുടെ ബെത്തിൻ്റെയും റിപ്പിൻ്റെയും കഥ വേറെ വരുന്നുണ്ട്. ഡെറ്റൻ റാഞ്ച് അതും ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു എപ്പിസോഡ് അങ്ങനെ എന്ത് വെച്ചിട്ടാണ്, അതും ഉണ്ട്. അപ്പോൾ ലോഡ് ഓഫ് തിങ്സ് ടു വാച്ച്. പിന്നെ നമ്മൾ യൂഷ്വൽ സാധനങ്ങളുണ്ട്. ഫ്രം വിഡോസ് ബേ ഒക്കെ ഉണ്ട് ആഴ്ചയ്ക്ക് വരുന്നത്, അതും കാണാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് ഇനി കാണാനുള്ളത്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഒരു പഞ്ഞുമില്ല കാണാൻ. സോ നെക്സ്റ്റ് വീക്ക് വരാം. ഓക്കെ, നമ്മുടെ ദൃശ്യത്തിൻ്റെ 3rd പാർട്ട് ജീത്തു ജോസഫ് ചതിക്കോ ഇല്ലേ എന്ന് നോക്കിയിട്ട് അടുത്ത ആഴ്ച വരാം.